നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫേൺ സ്റ്റിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. ബട്ടൺ ഹോൾ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് ഫസ്റ്റ് ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം, അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രാസ് പോലെയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ഗ്രാസൊക്കെ വരയ്ക്കത്തില്ലേ. ഫസ്റ്റ് നമുക്ക് സെറി ത്രെഡിൽ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സ്റ്റിച്ച് ആ സെൻറ്ററിലെ ലൈനില്ലേ അതിൻ്റെ ആ ഒരു മുകൾ വശത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കാം. ഇനി അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം താഴേക്ക് നമുക്കൊരു ലോങ് ചെയിൻ എടുക്കുക. ആ സെൻറ്ററിലെ ലൈനാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴേക്ക് ലോങ് ചെയിൻ എടുത്തതിന് ശേഷം ഇവിടെ ലോക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലോക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് ആ സൈഡിലെ പെറ്റൽസ് സ്റ്റിച്ച് ചെയ്യാം. സൈഡിൽ ഇതേപോലെ സ്ലാൻറ്റിങ്ങിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ആ നീഡിലിനെ റിവേഴ്സ് അതേപോലെ തന്നെ ആ സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുവരിക. ഇനി ഇവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും സ്ലാൻറ്റിങ്ങിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നീഡിലിനെ റിവേഴ്സ് സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുവന്ന് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് 3 പെറ്റൽസ് അല്ലേ ഡ്രോ ചെയ്തത്. അപ്പം ഇവിടെ 3 പെറ്റൽസ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് എൻഡിനോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇവിടെ ഓരോ പെറ്റൽസിനെ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. സെൻറ്ററിലെ പെറ്റൽ ഓൾറെഡി ഓപ്പൺ ആണ്. സൈഡിലെ പെറ്റൽ നമുക്ക് ഇതേപോലെ ഹുക്ക് കൊണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി സിൽക്ക് ത്രെഡിൽ ചെയ്യാം. നമ്മൾ സെറി ത്രെഡിൽ ചെയ്ത സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി ആ സെൻറ്ററിലേക്ക് ഒരു ലോങ് ചെയിൻ എടുക്കുക. ലോങ് ചെയിൻ എടുത്തതിന് ശേഷം ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സൈഡിലേക്ക് സ്ലാൻറ്റിങ്ങിൽ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക. നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ഒരു ലോക്ക് സ്റ്റിച്ച്. ഇനി അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും സ്ലാൻറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച്. അതിനുശേഷം എൻഡിനോട്ടും കൊടുക്കുക. ഇപ്പോൾ 3 പെറ്റൽസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. ഇനി അടുത്തത് 5 പെറ്റൽസ് ആണ്. 5 പെറ്റൽസ് ഫസ്റ്റ് 3 പെറ്റൽസ് സെയിം ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം എക്സ്ട്രാ വീണ്ടും 2 സൈഡിലേക്കും ഓരോ പെറ്റൽസ് കൂടി വരുന്നുണ്ട്. ആദ്യം ജെറിയിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്താൽ മതി. മുകളിൽ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് 3 പെറ്റൽസും ചെയ്യുന്നത്. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി താഴേക്ക് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച്. സൈഡിലേക്ക് സ്ലാൻറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച്. ഇനി ഇതേപോലെ തന്നെ വീണ്ടും സൈഡിലേക്ക് സ്ലാൻറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ സ്ലാൻറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം എൻഡിനോട്ടും കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തും ചെയ്യാം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് അതിനുശേഷം സൈഡിലേക്ക് സ്ലാൻറ്റിങ്ങിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഫിഷ് ബോൺ സ്റ്റിച്ചിൽ സെക്കൻഡ് മെത്തേഡ് ലീഫ് ഫില്ലിങ് ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഗ്യാപ്പ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പെറ്റൽസിൻ്റെ ഗ്യാപ്പ് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. പെറ്റൽസിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് സ്റ്റിച്ചിൻ്റെ ലുക്കിൽ വ്യത്യാസം വരും. സെക്കൻഡ് പെറ്റൽ ആ സെൻറ്ററിലെ പെറ്റലിനോട് ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ഈ ഒരു സ്റ്റിച്ച് വരും, കുറച്ച് നാരോ ഷേപ്പിലിരിക്കും. ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കുറച്ച് ബ്രോഡായിട്ട് തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിലെ ആ ഒരു ഫസ്റ്റ് പെറ്റലിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിലാണ് ഞാൻ ആ ലെയർ പെറ്റൽസൊക്കെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 7 പെറ്റൽസ് ആണ്. നമ്മളിപ്പോൾ ചെയ്ത പെറ്റൽസിൻ്റെ കൂടെ ഒരു 2 പെറ്റൽസും കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. സാധാരണ ഫേൺ സ്റ്റിച്ച് 3 പെറ്റൽ, 5 പെറ്റൽ, പിന്നെ മാക്സിമം 7 പെറ്റൽ വരെയാണ് ചെയ്യുന്നത്. ഫേൺ സ്റ്റിച്ച് ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണ്ടല്ലോ. നമ്മൾ മുകളിൽ ചെയ്ത സെയിം അതേപോലെ തന്നെയാണ്. 5 പെറ്റൽസ് വരെ ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചല്ലോ. അതിനുശേഷം വീണ്ടും 2 സൈഡിലേക്കും ഓരോ പെറ്റൽസും കൂടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്ന പെറ്റൽസ് സെൻറ്റർ ലൈനിനോട് എത്ര ചേർന്നിരിക്കുന്നോ അത്രയും ഈ ഒരു ഫേൺ സ്റ്റിച്ച് നാരോ ആയിട്ടിരിക്കും. ഇനി ഇതേപോലെ തന്നെ സിൽക്ക് ത്രെഡും പ്രാക്ടീസ് ചെയ്യുക.
ബട്ടൺ ഹോൾ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സായ ഫിഷ് ബോൺ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കും ഈ സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഫിഷ് ബോൺ സ്റ്റിച്ചിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡിൽ ലീഫ് ഫില്ലിംഗ് ചെയ്യുന്ന സെയിം അതേ രീതിയിൽ തന്നെയാണ് ഫേൺ സ്റ്റിച്ചും ചെയ്യുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ചിൽ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നില്ലായിരുന്നു, ഇവിടെ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് 17 ബട്ടൺ ഹോൾ സ്റ്റിച്ചും അതുപോലെ ക്ലാസ് 38 ഫിഷ് ബോൺ സ്റ്റിച്ചും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അത് റെഫർ ചെയ്താൽ മതി. ഇവിടെ പെറ്റൽസ് ശ്രദ്ധിച്ചോ, മുകളിലുള്ള പെറ്റൽസിനേക്കാൾ തൊട്ട് താഴെ വരുന്ന പെറ്റൽസ് കുറച്ചുകൂടെ നീളത്തിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കുറച്ച് വൈഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ ബീഡ്സ് ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററിൽ ഒരു 3mm 4mm ബീഡ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സൈഡിൽ വരുന്ന ഓരോ പെറ്റലിൻ്റെ അറ്റത്ത് ഓരോ ബീഡ്സ് വെച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫേൺ സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ബീഡ്സ് ആഡ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടി പഠിക്കാം. അരി വർക്കിൽ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്റ്റിച്ചസൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഓരോ സ്റ്റിച്ചും നമ്മൾ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ കോപ്പി ചെയ്യാതെ നമ്മുടെ ഐഡിയാസ് കൊടുത്ത് ക്രിയേറ്റീവായിട്ട് സ്റ്റിച്ച് ചെയ്യുകയും അതിന് ചേരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യുമ്പോഴാണ് ആ ഒരു സ്റ്റിച്ച് കാണാനും ഭംഗിയാവുന്നത്, നമ്മളൊരു യൂണിക്യൂ ഡിസൈനറായിട്ട് മാറുകയും ചെയ്യുന്നത്. പഠിച്ച സ്റ്റിച്ച് കോപ്പി ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ, പക്ഷേ നമുക്ക് ഓരോ സ്റ്റിച്ചിനെയും ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റണം. ഞാനിവിടെ 5 പെറ്റൽസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 5 പെറ്റൽസ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് സ്റ്റിച്ചും കൊടുത്തു. ഇനി ഒരു 3mm ബീഡ് ആഡ് ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത പെറ്റലില്ലേ, ആ ഫസ്റ്റ് ചെയ്ത പെറ്റലിനുള്ളിലായിട്ട് ഞാനൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇനി ആ ലൂപ്പിനെ ഈ ഒരു ബീഡിനുള്ളിലായിട്ട് ടൈറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ച് തുടങ്ങുന്നത് ഈ ഒരു ബീഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതിന് തൊട്ട് താഴെ നിന്നാണ് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേൺ സ്റ്റിച്ച് നമ്മൾ സ്ലീവ്സിലും അതുപോലെ നെക്കിലും ഒക്കെ ബോർഡറായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബുട്ടാസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് നെക്കിൽ യൂസ് ചെയ്താൽ നല്ല ഭംഗിയാണ്. നെക്കിൽ സിംഗിൾ സ്റ്റിച്ചസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഓൾ ഓവർ നെക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. ലാസ്റ്റ് പെറ്റലിൻ്റെ ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷമാണല്ലോ നമ്മൾ ബീഡ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ താഴേക്ക് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫേൺ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ പാർട്ട് കവർ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ ഫസ്റ്റ് പെറ്റലിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് ഫസ്റ്റ് പെറ്റലിൻ്റെ നമ്മൾ ലോക്ക് ആ ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്തല്ലോ ആ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ഈ ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ ബീഡ് യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഓരോ പെറ്റലിൻ്റെ അറ്റത്ത് വേണമെങ്കിലും ബീഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ സെൻറ്ററിൽ നമ്മൾ ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ തന്നെ നമുക്കത് കോർത്ത് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബീഡ് ടൈറ്റ് ചെയ്യുന്ന കൂടാതെ ഒരു എൻഡ് നോട്ട് കൂടി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ചുറ്റും ബീഡ്സ് വെച്ചുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫേൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ബീഡായിട്ട് സിംഗിൾ ബീഡ് സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഒരു മെത്തേഡിൽ കൂടി ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഞാനിവിടെ പ്ലസ് പോലെ വരച്ചിട്ടിരിക്കുന്നത് ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെൻറ്ററിൽ ഒരു 3mm ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി അതിന് ചുറ്റുമായിട്ട് 1mm ബീഡ് കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്താലും മതി. ബീഡ്സിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ കാണിച്ചു പോയത്. ഇനി 4 സൈഡിൽ ഓരോ ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ ഫേൺ സ്റ്റിച്ച് ഡിസൈൻ ചെയ്യാം. നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ ഞാൻ വൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇവിടെ ആ ഒരു സെൻറ്റർ ലൈനിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പെറ്റൽസ് എടുക്കുന്നത്. നേരത്തെ നമ്മൾ ഗ്രീൻ കളറിൽ ചെയ്ത ഫേൺ സ്റ്റിച്ചും ഈ ഫേൺ സ്റ്റിച്ചും തമ്മിൽ കാണുമ്പോൾ സൈസിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ 4 സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസ് ഇല്ലേ, അവിടെ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കോൺട്രാസ്റ്റ് കളറാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വയലറ്റ് കളർ ചെയ്ത സെയിം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതായത് ഒരുപാട് വൈഡായിട്ട് ചെയ്യാതെ ആ ഒരു സെൻറ്റർ ലൈനിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് പെറ്റൽസ് എടുക്കണം. അതുപോലെ വയലറ്റ് കളർ നമ്മൾ 7 പെറ്റൽസ് ആയിരുന്നു ചെയ്തത്, ഇവിടെ നമ്മൾ 5 പെറ്റൽസേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുള്ള് പെറ്റൽസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ബീഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബീഡ്സ് ആഡ് ചെയ്യാം കേട്ടോ. ബീഡ്സോ സ്റ്റോൺസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഓരോ പെറ്റലിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഒരു കട്ട് ബീഡും അതുപോലെ ഒരു 1mm ബീഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. എല്ലാവർക്കും ബീഡ്സിൻ്റെ സ്റ്റിച്ചിങ് അറിയാവുന്നതല്ലേ.
ഇതേപോലെ നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ട് വേണേലും ഡിസൈൻ ചെയ്യാൻ പറ്റും. സിംഗിളായിട്ട് വേണേലും നമുക്ക് ഫേൺ സ്റ്റിച്ച് ഡിസൈൻ ചെയ്യാം ബുട്ടാസായിട്ട്. അതല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായല്ലോ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് അരി വർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോ കണ്ടാൽ മാത്രം നമുക്ക് അരി വർക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ബുട്ടാസ് ഇതുപോലെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൂടി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്